ഇന്ന് എന്തായാലും നേരത്തെ കാലത്ത് തന്നെ എല്ലാ പണിയും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് വൈകുന്നേരം നമുക്കൊരു ചെറിയ സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ. അതായത് സച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ടൂർ ഉണ്ട്. അപ്പോൾ അവനെ കൊണ്ടുപോയി വിടാനായിട്ട് പോകണം. അങ്ങനെ എല്ലാ പണികളും പെട്ടെന്ന് തന്നെ ഒരുക്കി നേരത്തെ തന്നെ ജിമ്മിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വരുന്ന വഴിക്ക് തന്നെ അവന് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതായത് ബ്രഷ്, പേസ്റ്റ്, സോപ്പ് ഒക്കെ ചെറിയ സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് നേരെ വീട്ടിലെത്തിയത്. അങ്ങനെ ഇതാ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്കിങ്ങിലാണ് കേട്ടോ. പാക്കാക്കുന്നത് കുറേ ലേസാണ്. അതാണ് അവനക്ക് വേണമെന്ന് പറഞ്ഞത് കേട്ടോ. കഴിക്കാനൊന്നും പറ്റൂല, പക്ഷെ എന്നാലും എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. വേറെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവന് ആവശ്യമില്ല. അവനത് ഈ ഒരു ലേസ് മാത്രം മതി കേട്ടോ. മൈസൂർക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ചധികം ബേക്കറി ഐറ്റംസും പഴം ഇതൊക്കെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഫാദിക്കുട്ടിക്കുള്ള ഷെയറാണ്. ഫാദിക്കുട്ടിക്ക് എന്ന് പറഞ്ഞാലും അവൻ ഒറ്റക്കൊന്നല്ല കേട്ടോ, ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെയാണ് കഴിക്കാറ്. അപ്പൊ ഇതാണ് അവനക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള ഡ്രസ്സ്. ഇഷ്ടമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആ ഫുഡൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ചാടി പുറപ്പെട്ട് ഞങ്ങൾ 4 ആളും കൂടെ പോവാണ് കേട്ടോ. ടൂർ പോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞേക്കും. പിന്നെ വരുന്നത് വരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ, കാരണം നമ്മളെ കയ്യിലല്ലല്ലോ. പിന്നെ ഞാൻ കുഞ്ഞാക്കി അവനെ പറഞ്ഞു വിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമ്മൾ ഇതിനൊന്നും നമ്മുടെ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ ആഗ്രഹമല്ലേ, എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കോ പോകാൻ പറ്റിയില്ല. പിന്നെ അവരെയും കൂടെ നമ്മൾ എന്തിനു പിടിച്ച് കെട്ടിയിടണം. കഴിഞ്ഞ വർഷം തിരുവനന്തപുരമായിരുന്നു കേട്ടോ, ഇപ്രാവശ്യം മൈസൂരാണ്. ഇത് 2-3 പ്രാവശ്യം കണ്ടതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഫ്രണ്ട്സിന്റെ കൂടെ ആകുമ്പോൾ അവർക്ക് നല്ലൊരു വൈബാവുമല്ലോ. അവരാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. 7:30 ആകുമ്പോഴേക്ക് അവിടെ എത്തണം, എല്ലാവരും എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്ക് വീണ്ടും 15 ആൾക്കാർ വീണ്ടും വരാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടെ ഇഷാ നിസ്കാരത്തിന് പള്ളിയിൽ പോയി എല്ലാവരും കൂടെ നിസ്കാരം കഴിഞ്ഞതാ നേരെ വന്ന് എനിക്ക് സലാം പറഞ്ഞ് ഉമ്മൊക്കെ തന്നെ നേരെ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികളുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മളോട് സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മയും തന്നിട്ടാണ് അവന് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു എന്താണെന്ന് പറയാൻ നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല കേട്ടോ, കുഞ്ഞാക്കാക്കും ഫാദിക്കൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവന് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന ടൈമിലുള്ള എല്ലാ നിസ്കാരം അവർ മിസ് ചെയ്യൂല കേട്ടോ. ഇർഷാദ് സ്കൂളിലാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണം കേട്ടോ, 5 വക്തുള്ള നിസ്കാരം അവർക്ക് കിട്ടും. വരുന്ന വഴിക്ക് ഫാദിക്കുട്ടിക്ക് ഇനി സങ്കടമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ പാർസൽ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാര്യമായിട്ട് ഡ്രസ്സ് എടുക്കുന്നത് ജിമ്മിൽ പോകുമ്പോൾ ഇടാനുള്ളതും സച്ചുവിന് ഫാദിക്കും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുക്കാറുള്ളത്. അങ്ങനെ ഒരു കടയിൽ കയറി കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടുത്ത കടയിൽ കയറിയിട്ട് അങ്ങനെ അവിടുന്ന് 1-2-3 ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച സംഭവം കൊണ്ട് കിട്ടൂല കേട്ടോ, പക്ഷെ എന്നാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് തിരിച്ചു. വീട്ടിൽ വന്നാൽ പിന്നെ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് നോക്കും, എങ്ങനെയുണ്ട് എന്താ ഏതാന്നുള്ളതൊക്കെ. എനിക്കുള്ളതാണെങ്കിലും ഒക്കെ ഒന്ന് വെയർ ചെയ്ത് നോക്കൂട്ടോ. ഇക്കാര്യത്തിൽ ഞാൻ കുട്ടികളെക്കായും വലിയ പൊലിവിലായിരിക്കട്ടെ. അപ്പോൾ എന്തായാലും എനിക്കെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനൊന്ന് വെയർ ചെയ്ത് നോക്കി. സച്ചുവിനുള്ളത് ഇനിയിപ്പോൾ അവന് വന്നിട്ട് നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഫാദിക്കുള്ളതും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ. കുഞ്ഞാക്കാക്ക് ഞങ്ങളമാരി വന്നേക്ക് ഡ്രസ്സ് ഇട്ട് നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ്